എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് ഡേ 4 ഈവനിങ് വരാഹി സ്പെഷ്യൽ പൂജയുടെ പ്രെയറാണ്, പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ മന്ത്രജപമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാവിലെ കുറച്ച് പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു രാവിലത്തെ പ്രെയർ. അപ്പോൾ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, മന്ത്രം ജപിക്കുക. നമ്മൾ ഡേ 1 മുതൽ ഡേ 21 വരെയുള്ള പ്രെയറാണ് കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്, രാവിലെയും വൈകിട്ടുമായിട്ട്. അപ്പം എല്ലാവരും കാണുക. അതുപോലെ തന്നെ മന്ത്രം ജപിക്കാനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഒത്തിരി നല്ല കമൻറ്റ്സ് വന്നിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസിനൊക്കെ. അപ്പോൾ അവരോടൊക്കെ ശരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും അവർക്കും അല്ലേ. ഒരാൾക്ക് ക്യാഷ് കിട്ടാണ്ട് അല്ലെങ്കിൽ ആ ക്യാഷിനെ അറേഞ്ച് ചെയ്ത് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ കമൻറ്റ് ചെയ്തു, ആൾക്ക് ക്യാഷ് കിട്ടി എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ആഗ്രഹം സാധിച്ച് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. വാരാഹി എന്ന് പറയുന്ന ദേവി വളരെ പവർഫുള്ളാണ്, നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അതുപോലെ തന്നെ വളരെ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളൊക്കെ ദേവി ചെയ്തു തരത്തുള്ളൂ. അപ്പം മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മുടങ്ങാതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയിൽ നിങ്ങൾ ഒരു വലിയ പൂജയൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചെറിയ രീതിയിൽ വിളക്ക് തെളിയിച്ച് ജപിച്ചു കഴിഞ്ഞാലും അത്ഭുതം നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരുപാട് പേര് അതിന് ഉദാഹരണമാണ്. ഈ കമൻസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വരാഹി ദേവി എന്ന് പറയുന്നത് വരാഹരൂപം കൊണ്ട ദേവിയാണ്, വളരെ പവർഫുള്ളാണ്. മൃഗരൂപമായിട്ടുള്ള ഭഗവാനും ഭഗവതി ആയാലും പൊതുവേ നല്ല പവർഫുള്ളാണ്. നമ്മളൊന്ന് മനസ്സിലൊന്ന് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായ അത്ഭുതങ്ങൾ നടക്കും. നമുക്കതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും. വരാഹി ദേവി എന്ന് പറയുന്നത് വളരെ അത്ഭുതമുള്ള ദേവിയാണ്, വളരെ പവർഫുള്ളാണ്. പിന്നെ കുറച്ച് പേര് എനിക്ക് കമൻറ്റ് ചെയ്തപ്പോൾ നെയിമും സ്റ്റാറും, അതായത് നക്ഷത്രവും പിന്നെ പർപ്പസ് അയച്ചു ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് കമൻറ്റ് ചെയ്യുക. അതായത് കറക്റ്റ് പേരും സ്റ്റാറും പർപ്പസും അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെയും അത് കറക്റ്റ് മെൻഷൻ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മെൻഷൻ ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ള കാര്യം. പിന്നെയെന്ന് പറയുന്നത്, ഒരുപാട് പേര് പറഞ്ഞു വാരാഹി, അതായത് ഒരുപാട് ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ ചാനലിൽ. അപ്പോൾ അവർക്ക് കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കാര്യം ഇപ്പോൾ പറയാൻ പോകുന്നത്. വാരാഹി ദേവിയെക്കുറിച്ച് അറിയാത്തവർക്ക് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വാരാഹി ദേവി എന്ന് പറയുന്നത് ഒരുപാട് പേരുകളിൽ അറിയപ്പെടുന്നു. പഞ്ചുരുളി, പന്നിമോഹി, ദണ്ഡനാഥ, വാർത്താളി, താന്ത്രിക ലക്ഷ്മി, അഷ്ടലക്ഷ്മി സ്വരൂപം, അങ്ങനെ ഒട്ടനവധി പേരുകളിൽ വാർത്താളി അങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പവർഫുള്ളാണ്. പൊതുവേ നമുക്ക് കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ ഒന്നും തന്നെ നമുക്ക് വാരാഹി ദേവിക്ക് ആവശ്യമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയാൻ ദേവിക്ക് കഴിയും. അത്രയും പവർഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിയുടെ ഒരു താന്ത്രിക രൂപമാണ് വാരാഹി ദേവി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ദാരിദ്ര്യം മാറാതെ ഒരുപാട് ദുരിതത്തിലേർപ്പെടുന്ന രോഗശമനം, അതിനുവേണ്ടി അതായത് ഒരുപാട് കഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രങ്ങളുമുണ്ട്. വാരാഹി മന്ത്രം ഭയങ്കരമായ ബ്ലെസ്സിങ്സ് കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എനിക്കും പേഴ്സണലി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലത്തെ വീഡിയോയിലും ചെയ്തിരുന്നു, ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചു കാണുമോ എന്ന് എനിക്കറിയില്ല. എനിക്കും ഒരുപാട് കാര്യങ്ങൾ, അതായത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഇപ്പോൾ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു കാര്യം സാധിച്ചു, അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല തടസ്സങ്ങൾ കാരണം പല കാര്യങ്ങളും എനിക്ക് മുന്നോട്ട് പോയിരുന്നില്ല. അപ്പോൾ അത് കാരണം തടസ്സങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലിയിലെ തന്നെ കുറച്ച് പ്രോബ്ലംസൊക്കെ ഉണ്ടായത് കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എനിക്ക് എത്താൻ പറ്റിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് ശരിയായി വരുന്നുണ്ട്. അപ്പോൾ അത് വൺസ് ഞാൻ അവിടെ റീച്ച് ചെയ്ത ശേഷം
നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിലായിട്ട് പോകാത്തത്. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ പല കാര്യങ്ങളും ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ എനിക്കത് ശരിയായി വരാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും ബ്ലെസ്ഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും ഒരു പോസിറ്റീവ് വൈബാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വാരാഹി ദേവിയുടെ മന്ത്രം എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു അത്ഭുതം പോലെയാണ്. ഞാനൊന്ന് കണ്ണ് തുറക്കുമ്പോൾ തന്നെ കാര്യം സാധിച്ച ആ ഒരു ഫീലിംഗാണ് എനിക്ക്. സത്യം അത്രയും എനിക്ക് വിശ്വാസമാണ് വാരാഹി ദേവി, സത്യം. അപ്പോൾ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത്, ദീപാരാധന കഴിഞ്ഞിട്ട്. അപ്പോൾ അതായിരുന്നു ഞാൻ ആക്ച്വലി പറയാൻ വന്നത്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ടും വിശ്വാസം എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം വാരാഹി ദേവി എന്ന് പറയുന്ന ദേവിയെ ആരാധിക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ നല്ല ഉത്തമമായ ഒരു സമയമെന്ന് പറയുന്നത് രാത്രിയാണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ ദേവിക്ക് പൂജ ചെയ്യുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി ഭയങ്കര സ്പെഷ്യലാണ് വാരാഹി ദേവിക്ക്. ഭയങ്കര അതിവിശേഷമായ ഒരു പൂജകളൊക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ദിവസമാണ് പഞ്ചമി തിഥിയിലെ രാത്രി എന്ന് പറയുന്നത്. 2023 നമുക്കൊരു സിനിമ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാന്താര എന്ന് പറയുന്നത്. ഏകദേശമൊക്കെ ആ ഒരു സിനിമയിൽ തന്നെ വാരാഹി ദേവിയെ പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മൾക്ക് മെയിനായിട്ടും കുറച്ച് പേര് ചോദിച്ചിരുന്നു പ്രധാന ക്ഷേത്രങ്ങൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്ക് തിരുവനന്തപുരത്ത് 2 അമ്പലം എനിക്കറിയാം. ഒന്നെന്ന് വെച്ചാൽ നെടുമങ്ങാട് കുറക്കോട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം എന്ന് പറയും. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് വരുന്നുണ്ട്. വിളി കേൾക്കുന്ന ദേവിയാണ്. ഭക്തജനത്തിനെ അവിടെ വരുന്ന ഭക്തരെ ചേർത്ത് പിടിക്കാൻ ദേവിക്കാകും. അത്രയും ഐശ്വര്യത്തിനും അല്ലെങ്കിൽ സർവ്വദോഷ പരിഹാരത്തിനുമായി ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻസാണ് അവിടെ ആ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. ഐ മീൻ ഞാൻ പറഞ്ഞത് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്ഷേത്രത്തിന്. അതുപോലെ നമുക്ക് വീടിന് അടുത്താണ് പേട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രമുണ്ട്. കല്ലുമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് ശരിക്കും നിങ്ങൾക്ക് ട്രിവാൻഡ്രം സെൻട്രൽ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ് കേട്ടോ. ട്രിവാൻഡ്രം സെൻട്രൽ മീൻസ് നിങ്ങൾ തമ്പാനൂരാണ് നമ്മുടെ ഇവിടുത്തെ ട്രിവാൻഡ്രം സെൻട്രൽ എന്നറിയപ്പെടുന്ന റെയിൽവേ സ്റ്റേഷൻ. നിങ്ങളവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓട്ടോയ്ക്ക് പേട്ടയിൽ എത്തേണ്ട കാര്യമുള്ളൂ. പേട്ട എന്ന് പറയുന്ന കല്ലുമൂട് സ്ഥലത്താണ്. ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം പേട്ട എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം, ഫേമസ് ആണ്. ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ മന്ത്രജപം ഏതാണെന്നൊന്ന് പറയാം. എല്ലാവരും പേരും നാളും ആവശ്യവും കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം മന്ത്രം കൂടെ ചൊല്ലുക. 21 ദിവസത്തെ മന്ത്രമാണിത്. ഇത് ഇന്നത്തെ ഡേ 4 ഈവനിങ് പ്രെയറാണ് കേട്ടോ. അപ്പോൾ മന്ത്രം ഏതാ നോക്കാം. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം ഗരിസംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം അതിസ്തംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം ഗരിസംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം അതിസ്തംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം ഗരിസംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം അതിസ്തംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം ഗരിസംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം അതിസ്തംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം ഗരിസംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം അതിസ്തംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം ഗരിസംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം അതിസ്തംഭനകാരിണ്യേ നമഃ. ഓം ശത്രുണാം വാക്സംഭനകാരിണ്യേ നമഃ. ഓം
शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः। ॐ शत्रूणां वाक्सम्भनकारिण्ये नमः। ॐ शत्रूणां गिरिसम्भनकारिण्ये नमः। ॐ शत्रूणाम् अधिस्तम्भनकारिण्ये नमः।